DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 24 ശനി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, നിലവിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് ഇനി മുതൽ വർഷത്തിൽ 5 അതിലധികമോ ട്രാഫിക് നിയമലംഘനം നടത്തുന്ന ഡ്രൈവർമാരുടെ ലൈസൻസ് പുതിയ നിയമപ്രകാരം സസ്പെൻഡ് ചെയ്യും. ജനുവരി 1 മുതൽ ഇത് പ്രാബല്യത്തിലായിട്ടുണ്ട്. പുതിയ മോട്ടോർ വാഹന ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. നിങ്ങൾ കുറ്റം ചെയ്തു എന്ന് കണ്ടാൽ ലൈസൻസ് 3 മാസം വരെയാണ് സസ്പെൻഡ് ചെയ്യുക. മാത്രമല്ല, മുൻവർഷങ്ങളിൽ നിലനിൽക്കുന്ന കുറ്റങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തില്ല. കൂടാതെ RTOക്കാണ് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുവാൻ അധികാരം. ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിന് മുൻപ് വാഹന ഉടമയ്ക്ക് അവരുടെ ഭാഗം വ്യക്തമാക്കാനുള്ള അവസരമുണ്ടാകും. ഉടമയുടെ വാദം കേൾക്കണമെന്ന് പുതിയ ചട്ടത്തിലുണ്ട്. അനധികൃത പാർക്കിംഗ്, വാഹനമോഷണം, അതിവേഗം, ഹെൽമറ്റും സീറ്റ് ബെൽറ്റും ധരിക്കാതെ വാഹനം ഓടിക്കുന്നത്, സിഗ്നലുകൾ വെട്ടിക്കുന്നത്, പൊതുവഴിയിൽ വാഹനം പാർക്ക് ചെയ്യുന്നത് എന്ന് തുടങ്ങിയ 24 ലംഘനങ്ങൾക്കാണ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക. ഇത്തരം ലംഘനങ്ങൾ 5-ൽ കൂടുതലാണെങ്കിൽ ലൈസൻസ് സസ്പെൻഷൻ നേരിടേണ്ടി വരും. അടുത്ത അറിയിപ്പ്, ഇന്നലെ ഒറ്റയടിക്ക് 1800 രൂപ കുറഞ്ഞ സ്വർണ്ണവില ഇന്ന് തിരിച്ചു കയറിയിരിക്കുകയാണ്. പവന് 1080 രൂപയാണ് വർദ്ധിച്ചത്. 1,16,320 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 135 രൂപയാണ് വർദ്ധിച്ചത്. 14,540 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. അടുത്ത അറിയിപ്പ്, ഈ മാസം 27-ന് രാജ്യവ്യാപക ബാങ്ക് പണിമുടക്കുമായി മുന്നോട്ട് പോകുവാൻ ബാങ്ക് യൂണിയനുകളുടെ സംയുക്ത സംഘടനയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻ തീരുമാനമായിരിക്കുകയാണ്. ഇതോടെ ഇന്നു മുതൽ 4 ദിവസം ബാങ്കുകൾ അടഞ്ഞുകിടക്കും. റിപ്പബ്ലിക് ദിനാവധിയും ശനിയും ഞായറും ചേർത്ത് ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെ ബാങ്കുകൾ തുറക്കില്ല. അതിനാൽ ബാങ്കുകളിൽ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പോകുന്നവർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ്, ജനുവരി മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ജനുവരി 27-ാം തീയതിയോടെ വിതരണം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന അറിയിപ്പുകൾ. ഈ മാസം ഗുണഭോക്താക്കൾക്ക് 2000 രൂപ വീതമാണ് ലഭിക്കുക. അതോടൊപ്പം തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ വിതരണം കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു മാസത്തെ തുകയായ 1600 രൂപ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. നിലവിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ കുടിശ്ശികയാണ് വിതരണം ചെയ്തിരിക്കുന്നത്. അതിനാലാണ് 1600 രൂപ വീതം അക്കൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ഏകദേശം 18 മാസത്തോളം കുടിശ്ശികയാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കാനുള്ളത്. ഈ കുടിശ്ശിക തീർത്തതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ തുക വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. ഇക്കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണം ലഭ്യമായിട്ടില്ല. 1600 രൂപ വെച്ച് കണക്കാക്കിയാൽ ഓരോ ഗുണഭോക്താവിനും ഏകദേശം 27,000-ഓളം രൂപ കുടിശ്ശിക ഇനത്തിൽ ലഭിക്കാനുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.